പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തെ അലംഭാവത്തിനെതിരെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്. നില IPT കോളേജ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ രംഗത്തെത്തിയത്. അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ കുഴികളെടുത്ത് വലിയ കിടങ്ങാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുറച്ചു ദിവസമായി പ്രവർത്തികൾ വേഗത്തിൽ നടക്കാത്തതോടെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലുമാണ്. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകുന്നതാണ് റോഡ് നവീകരണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. പൈപ്പ് കൊടുക്കാന്നുള്ളതാണ് ഇന്നലെ ഇന്നും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വർക്ക് അവർ ഇന്നലെ കഴിച്ചു. ഇത് കഴിച്ചു എന്നത് ഷൈനോട് പറഞ്ഞില്ല. ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷൈൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഇന്നും ഒരു പക്ഷേ നാളെയും കൂടി ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വർക്ക് അവർ ഇന്ന് വെളുപ്പാങ്ങാലത്തോട് കൂടി തീർത്തു. പക്ഷേ തീർത്തു എന്ന കാര്യം ഷൈൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഷൈനെ വിളിച്ച് വേണ്ട വർത്താനം കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ഇന്നും ഒരു പക്ഷേ നാളെയും കൂടി വർക്ക് നടത്തുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു സാറോട്. അപ്പൊ ആള് പറഞ്ഞു ഞാൻ ഷൈനെ വിളിച്ചിട്ട് വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് നമ്മൾ അടയ്ക്കും. ഇവിടെ ലിങ്ക് ചെയ്യുന്ന അവിടെ പോകും. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്തു. നമ്മളിത് പഴയ ലൈനാണ്. ഇത് എല്ലാവരും കുടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നമുക്കുള്ള പ്രയാസം പറയട്ടോ. ഇതായിട്ട് വരും. ഒന്ന് നമ്മുടെ സ്കീമല്ല. ഇതിൽ ഷെംസു നല്ല റോളുണ്ട്. അതായത് മുനിസിപ്പാലിറ്റിക്ക് നല്ല റോളുണ്ട്. ഇത് എടുത്ത് കോൺട്രാക്ടർക്ക് റോളുണ്ട്. KRF ഇതെല്ലാം KSB അല്ലെങ്കിൽ ഞാൻ പറയാം KSB ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പോസ്റ്റ് മാറ്റിയെങ്കിൽ വരും. ഈ പോസ്റ്റ് മാറ്റി നേരം മണ്ടയിൽ നമ്മളെ മണ്ടയിലെ വരും. ഇങ്ങനെ പൊട്ടി നമുക്ക് അനുഭവം. റോഡ് നിർമ്മാണത്തിൽ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതാണ് പ്രവർത്തികൾ ഇഴയാൻ കാരണമാകുന്നതെന്നും വ്യാപാരികൾ ആരോപിച്ചു. വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരൽ മാത്രമാണ് നടക്കുന്നതെന്നും ഇതുമൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണെന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. IPT റോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദിവസങ്ങളോളം ടൗൺ ഭാഗം അടച്ചിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് പട്ടാമ്പി പള്ളിയുടെ ആ ഭാഗത്ത് SBIയുടെ മുന്നിൽ നിന്നുള്ള കുറച്ച് ഭാഗം ഒരു പ്രവർത്തനം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട സമയത്ത് വാട്ടർ അതോറിറ്റി അവിടെ റോഡ് പണി 2 ദിവസം നടത്തരുത്, അത് കുറച്ചുകൂടി വർക്കുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ച വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്നതാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ KRF ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ KSB ആണെങ്കിലും ഇതൊക്കെ സംയോജിച്ച് ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്ന സമയത്ത് ഇന്ന് കാലത്ത് നമ്മൾ പട്ടാമ്പി ടൗണിലേക്ക് വരുന്ന സമയത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാങ്ങാട്ടി ഭാഗത്ത് വരുന്ന ഏകദേശം ഞാങ്ങാട്ടി സെൻറ്റർ വരെ വാഹനങ്ങളൊക്കെ വേണം. മറ്റുള്ള ഭാഗത്തൊക്കെ ടാറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞെങ്കിലും ശരി, ഇവിടെ ഈ ഭാഗത്ത് SBIയുടെ ഭാഗത്ത് വരുന്ന കുറച്ച് സ്ഥലം ഒരു കുപ്പിക്കഴുത്ത് പോലെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പ്രത്യേകിച്ച് RS റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു പ്രവർത്തനം നടത്താത്ത ഒരു ഒച്ചഴയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എഞ്ചിനീയർ മീൻസ് അതിൻ്റെ കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത്. മേലെ പട്ടാമ്പി SBIക്ക് സമീപം പ്രവർത്തികൾ നിലച്ച അവസ്ഥയാണ്. ഇത് കാരണം പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ദിവസങ്ങളോളം പാത അടച്ചിട്ട് പ്രവർത്തികൾ നടത്തിയിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ഈ ചാനൽ പട്ടാമ്പി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.